മതി, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, പരിശുദ്ധ വചനത്തിന് മുൻപാകെ ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നു. കർത്താവിന് ഞങ്ങളോട് ഹൃദ്യമായിട്ട് ഇടപെടണമേ, സംസാരിക്കണമേ. കർത്താവേ, ഇന്നാവശ്യമായിട്ടുള്ള സന്ദേശം ഞങ്ങൾക്ക് ലഭിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇന്ന് വചനം കർത്താവെ വ്യാഖ്യാനിച്ചു കൊടുക്കാനുള്ള ദൈവകൃപയും പരിജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ബലഹീനദാസനായിരിക്കുന്ന അടിയനെ നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ജനത്തെ ആത്മാവിൽ ബലപ്പെടുത്തി ശക്തീകരിച്ചാട്ട് യേശുവിൻ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ഉയർപ്പിന് ശേഷം കർത്താവിൻ്റെ വിവിധങ്ങളായിരിക്കുന്ന പ്രത്യക്ഷപ്പെടലുകളാണ് ഈ ഏപ്രിൽ മാസത്തിലെ നമ്മുടെ ചിന്തയുടെ ഭാഗമായിട്ട് വരുന്നത്. അതിൽ അവസാനത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്ന എമ്മൗസ് റോഡിലുണ്ടാകുന്ന അനുഭവം. അവിടെ നിരാശരായിരിക്കുന്ന ശിഷ്യ സമൂഹത്തെ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന ക്രിസ്തു സാന്നിധ്യത്തെക്കുറിച്ചാണ് ഇന്ന് സഭയായിട്ട് ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് തന്നിരിക്കുന്നത്. കൂടെ നടന്നവൻ കുർബാനയായി മാറിയ ഒരനുഭവമാണ് നമ്മൾ ഇപ്പോൾ വായിച്ച് കേട്ടത്. കർത്താവ് അപ്പം നുറുക്കിയപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു, അവരുടെ ജീവിതം അഭിഷേകത്താൽ നിറഞ്ഞു, അവരുടെ ബുദ്ധി തുറക്കപ്പെടുന്ന അനുഭവമുണ്ടായി. ഇതുവരെ മൂടപ്പെട്ടിരുന്ന വ്യക്തതയുടെ കാഴ്ചകളില്ലാത്ത അനുഭവങ്ങൾക്ക് മാറി കണ്ണ് തുറക്കപ്പെട്ട പുതിയ ഒരു ദർശനത്തിലേക്കും കാഴ്ചപ്പാടിലേക്കും ശിഷ്യന്മാർ എത്തുന്നതാണ് ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ എമ്മൗസ് റോഡിലുണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, വളരെ നിരാശരായിട്ടാണ് ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്നത്. അവരുടെ ജീവിതയാത്ര വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന അനുഭവം അത് നമ്മളിൽ ഭൂരിപക്ഷം പേർക്ക് ഉള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ഈ ജീവിതയാത്രയിൽ പല വിഷയങ്ങളാൽ ഉള്ളം കലങ്ങിയും നിരാശപ്പെട്ടും ഉള്ള അനുഭവം. കർത്താവ് കൂടെ നടന്നെങ്കിലും അവർ തിരിച്ചറിയുന്നില്ല. ഇത് നമുക്കും സംഭവിക്കുന്ന ഒരു പരാജയമാണ്. പലപ്പോഴും തമ്പുരാൻ നമ്മളോടുകൂടെ ഉണ്ടെങ്കിലും തിരിച്ചറിയാതെ പോകുന്നു. നമ്മൾ ആരാധനയിൽ വരുന്നുണ്ട്, മറ്റു കാര്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്, എന്നാൽ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയ എമ്മൗസ് റോഡിലെ അനുഭവം പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമായിട്ടാണ് ചിന്തിക്കുവാൻ സാധിക്കുന്നത്. അന്ധകാരത്താൽ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്ന ഒരനുഭവം. പലപ്പോഴും നമ്മൾ കാണേണ്ടതിനെ കാണേണ്ട രീതിയിൽ കാണാതെ നമ്മുടെ കണ്ണുകൾക്ക് ശരിയായ കാഴ്ചയും കാഴ്ചപ്പാടും ദർശനമില്ലാതെ പോകുന്ന സങ്കടകരമായിരിക്കുന്ന അവസ്ഥയുണ്ട്. മറ്റൊന്ന്, അവരുടെ ഹൃദയം ഒരു ജ്വലനമില്ലാത്ത അനുഭവം, തീയില്ലാത്ത അനുഭവം, ഒരു തണുത്ത അനുഭവമാണ്. നമുക്കും ഇത് വളരെ കൂടുതലാണ് എന്നാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ ഒരു ജ്വലിക്കുന്ന അനുഭവമൊക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു തണുത്ത അനുഭവം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശക്തമായി വേരുകൾ ആഴ്ന്ന് പടർത്തി അത് ശക്തമാകുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എമ്മൗസ് റോഡിൻ്റെ ഒരു അനുഭവം ശിഷ്യന്മാർക്ക് മാത്രമായി ഉണ്ടായ അനുഭവം അല്ല എന്നുള്ളതാണ് ഞാൻ ആമുഖത്തിൽ പറയുവാൻ ശ്രമിച്ചത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യമായിട്ട് തന്നെയാണ് ചിന്തയുടെ പറയുന്നത്. കുർബാന അനുഭവം ഉണ്ടാക്കിയ മാറ്റം അപ്പം നുറുക്കൽ കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിലെ അന്ധകാരം മാറി ഒരു പ്രകാശ അനുഭവത്തിലേക്ക് മാറുകയാണ്. ഓരോ കുർബാനയും ക്രിസ്തുവിനെ ആഴത്തിൽ അറിയുവാൻ ദൈവം തരുന്ന അവസരമാണ്. ഇന്ന് വിശുദ്ധ കുർബാന വന്നു, നമ്മൾ പറയും എത്രയോ നാളുകളായിട്ട് കുർബാന കൊള്ളുന്നു. അങ്ങനെയല്ല. ഈ ക്രിസ്തുവിനെ ഒന്നുകൂടെ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം ഇന്ന് അവസരം തരിക. എത്ര കുർബാന കൊണ്ടിട്ട് എന്നാ കാര്യം? ഇപ്പോഴും ഈ തമ്പുരാനെ അറിയേണ്ട രീതിയിൽ ആഴമായിട്ട് അറിയുവാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജീവിതകാലയളവ് ഉള്ളിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിനൊരു വെളിച്ചത്തിൻ്റെ അനുഭവം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവപരമായ കാര്യം എന്ന് പറയുന്നത്. വചന വ്യാഖ്യാനമുണ്ടാക്കിയ മാറ്റം, വചനം വ്യാഖ്യാനിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു ജ്വലിക്കുന്ന അനുഭവം ഉണ്ടായി. ഇന്ന് വചനം കേൾക്കുന്നത് എന്തിനാണല്ലേ? വചനം കേൾക്കാൻ തന്നെ വരുന്നത് ഉറങ്ങാൻ വേണ്ടിയാണ്, മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുന്നതിന് വേണ്ടിയാണ്. ഇതൊരു ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മുടെ തലമുറ ചിന്തിച്ചു തുടങ്ങണമെങ്കിൽ, ആ ഗൗരവം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നുവെങ്കിൽ മാത്രമേ അവർക്ക് വചനത്തെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും സാധ്യമായി തീരുകയുള്ളൂ. ഇതൊരു നിരാശയുടെ യാത്രയാണ്. നിരാശയുടെ യാത്രയിൽ നിന്ന് പ്രത്യാശയുടെ യാത്രയിലേക്ക് അവർ തിരിച്ചു വരികയാണ്. ഈ ഭാഗം തീരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവ ആരാധന നടക്കുന്ന ജെറുസലേമിൽ നിന്നും അവർ നിരാശയുടെ അനുഭവത്തിലേക്കാണ് എമ്മൗസ് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകുന്നത്. എന്നാൽ കർത്താവിനെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ ഈ ദൈവത്തിൻ്റെ ആരാധന നടക്കുന്ന യെരുശലേമിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യാശയെന്ന് പറയുന്നത്. ഉയർത്തുന്നേറ്റ ക്രിസ്തു തന്നെ തള്ളിപ്പറഞ്ഞവരോടും തന്നെ വിട്ടിട്ട് ഓടിയവരോടും ഒക്കെ
തിരക്കി ചെല്ലുകയും അവരെ മടക്കി വിളിക്കുകയും ചെയ്യുന്ന വേദഭാഗങ്ങളാണല്ലോ ഈ കഴിഞ്ഞ 3 ഞായറാഴ്ചകളിൽ നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് അഹരോൻ അണച്ച ധൂപം നമുക്കൊരു സൗഖ്യത്തിൻ്റെ അനുഭവമായിട്ട് തീരണം. ആരാധന തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇന്ന് ഞാൻ പാട്ട് തുടങ്ങിയപ്പോൾ അഹരോൻ അണച്ച ധൂപം പാടിയാണ് അത് തുടങ്ങിയത്. അതുകൊണ്ട് ധൂപം അണയ്ക്കുന്നത് അനേകരുടെ ബാധകൾ മാറുന്നതിന് വേണ്ടിയാണ്, അല്ലേ? ഇത് ധൂപം സമം പ്രാർത്ഥനയാണ്. അനേകർക്ക് ഇത് സൗഖ്യമായി തീരുന്നതിന് വേണ്ടിയാണ്. ഒരു സുഗന്ധത്തിൻ്റെ അനുഭവം മനുഷ്യജീവിതത്തിൽ എപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണല്ലോ സുഗന്ധവുമായിട്ടുള്ള ബന്ധമെന്ന് പറയും. അത് കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അവസാനം നമ്മൾ ഡെഡ് ബോഡിയായിട്ട് പെട്ടിയിൽ വെക്കുമ്പോഴും നമുക്കറിയാം സുഗന്ധം പൂശിക്കൊണ്ടേയിരിക്കും നമ്മുടെ ശരീരത്തിൽ. ജീവിതത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഒരു സുഗന്ധ സാന്നിധ്യമായിട്ടുള്ള മടക്കയാത്രയായി തീരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് ധൂപത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചുകൂടെ പറയുവാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് മാറുവാൻ തക്കവണ്ണം സാധ്യമായി തീരണമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇത് സഞ്ചരിക്കുന്നൊരു ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ വിചാരിക്കും ദൈവം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കുടിയിരുത്തുവാനുള്ള ഒന്നാണ്. അങ്ങനെയല്ല. വിഗ്രഹങ്ങൾക്കകത്ത് കുടിയിരുത്തുവാനുള്ളതല്ല ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. ഏത് ജീവനുള്ള ദൈവ സാന്നിധ്യമാണ്. നിങ്ങളെന്തിനാണ് ഉയർത്തെഴുന്നേറ്റവനെ, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് എന്നുള്ളത് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ യാത്രയിൽ ആതിഥേയനായിട്ട് കർത്താവ് കടന്നു വരുമെന്നുള്ളതാണ് എമുവേസിൻ്റെ റോഡ് അനുഭവം നമ്മളെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. കൂടെ നടക്കുന്ന ദൈവ സാന്നിധ്യം. യാത്രകൾ ഒരു യാത്രയാണ് ഇതല്ലേ. എന്തിനാണ് യാത്രകളൊക്കെ? നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ് യാത്ര. നമുക്ക് നല്ല പ്രയാസമൊക്കെ വരുമ്പോൾ ഒരു മഴ പെയ്യുന്ന അനുഭവം പോലെയാണ്. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മനസ്സ് പുതുക്കപ്പെടുന്ന അനുഭവമാണ്. ഈ യാത്രയിൽ നമുക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നു, പുതിയ തിരിച്ചറിവുകൾ നമുക്കുണ്ടാകുന്നു, അല്ലേ? ഇത്രയും നാളത്തെ യാത്രയ്ക്കിടയിൽ നമ്മൾ ഈ ഇളമ്പലിൻ്റെ അപ്പുറത്തോട്ട് പോയിട്ടുണ്ടോ? വയസ്സ് 70 ഇപ്പോഴും ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഹോട്ടലിൽ പോയി കഴിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മളെല്ലാം ഉത്തരവാദിത്തങ്ങളും തീർന്നിട്ട് ജീവിതം ആഘോഷിക്കുവാനിരുന്നാൽ അവസാനം വാർദ്ധക്യവും മരണവും കൊണ്ടുപോകത്തേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതങ്ങളൊക്കെ, അല്ലേ? എത്ര നാളിങ്ങനെ ജീവിച്ചിട്ട് എന്നാ കാര്യം? നമുക്കിഷ്ടമുള്ളൊരു സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ, ഇഷ്ടമുള്ളൊരു ഭക്ഷണം ഈ ഒരു കാലയളവിൽ നമുക്ക് ഒരു സന്തോഷത്തോടെ കഴിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിനൊന്നും വലിയ പ്രസക്തിയൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇതൊരു യാത്രയാണ്. നിരാശയുടെ യാത്ര തീരുന്നത് പ്രത്യാശയുടെ അനുഭവത്തിലാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ യാത്രയുടെ തുടക്കത്തിൽ അവർക്ക് കർത്താവിനെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തോടൊപ്പമുള്ള യാത്രയാണ്. വളരെ പെതുക്കെയാണ് ദൈവം യാത്ര ചെയ്യുന്നത്. ആമയും മുയലും ഓടുമ്പോൾ ആമ ഓടുന്നത് പോലെയാണ് ദൈവം സാവകാശമുള്ള യാത്ര. നമ്മൾ വളരെ സ്പീഡിൻ്റെ ആൾക്കാരാണ്, അല്ലേ? പതുക്കെ പോയാൽ മനുഷ്യൻ്റെ നിലവിളികളും നൊമ്പരങ്ങളും നമുക്ക് കേൾക്കുവാനും കാണുവാനും ഒക്കെ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഉയർത്തുന്നതിൻ്റെ കർത്താവ് അവരുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായിട്ട് തിരിച്ചറിയുവാൻ തക്കവണ്ണം അവർക്ക് സാധിക്കുന്നു. ശിഷ്യന്മാർ ഓർമ്മകളെ പുനർജീവിക്കുന്ന ഒരു പുനർനിർമ്മിതിയുടെ അനുഭവമാണ്. അപ്പമെടുത്ത് നുറുക്കുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലെ മുറിപ്പാടുകൾ അവർ കാണുകയാണ്. ഒരു ഓർമ്മപ്പെടുത്തലാണ്. ചിലതൊക്കെ നമ്മളങ്ങ് മറന്നുപോകും, അല്ലേ? ശാകുന്തളം വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. ദുഷ്യന്തൻ തൻ്റെ പ്രേമഭാജനമായിരിക്കുന്ന ശകുന്തളയെ മറന്നു പോകുന്നുണ്ട്. ശാപത്തിൻ്റെ ഫലമാണ്. എന്നാൽ അവസാനം മുദ്രമോതിരം കാണുമ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ദുഷ്യന്തൻ പഴയ സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തി. ഇവർ ശിഷ്യന്മാരാണ്, കൂടെ പോകുന്നുണ്ടെങ്കിലും കർത്താവിനെ ഇവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. എന്നാൽ കർത്താവ് അപ്പം എടുത്ത് നുറുക്കുമ്പോൾ അവർക്കറിയാം കർത്താവിൻ്റെ കരങ്ങളിൽ മുറിപ്പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തിൽ അവർ കൂടുതൽ ബലപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. അതിഥിയും ആതിഥേയനുമായിട്ട് കർത്താവ് മാറുകയാണ്. അത് വലിയ ഒരു ശുശ്രൂഷയിലാണ് അങ്ങനെ നമുക്ക് അവരെക്കുറിച്ച് ചിന്തിക്കുക. കാരണം ഈ യെരുശലേമിൻ്റെ യഹൂദന്മാരുടെ ഒരു കുടുംബ ജീവിതം പഠിക്കുമ്പോൾ കുടുംബനാഥനാണ് ഈ അപ്പം എടുത്ത് നുറുക്കുന്ന അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അന്നം എന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളിൽ നിന്നാണ് അന്നം ഉണ്ടാകുന്നത്, അല്ലേ? അപ്പവും അത് തന്നെയാണ്. തീച്ചൂളയുടെ മുകളിലാണ് അപ്പം ചുട്ടെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ ഈ ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയി അപ്പമായി തീർന്നിട്ടുണ്ടെങ്കിൽ, ഇത് മുറിക്കപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ സകല മാനവരാശിക്കും ഇത് സന്തോഷത്തിൻ്റെയും രക്ഷയുടെയും സൗഖ്യത്തിൻ്റെ അനുഭവത്തിന് വേണ്ടിയാണ് ഞാൻ അപ്പമായിട്ട് നുറുക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് കർത്താവ് എന്നുള്ളത് കേവലം നമ്മുടെ ജീവിതയാത്രയിൽ അറിവായി തീരാതെ നമ്മുടെ നൊമ്പരങ്ങളിലും നമ്മുടെ നിരാശകളിലും നമ്മുടെ രോഗങ്ങളിലും അനുഭവമായി സഹചാരിയായി തീരുമ്പോൾ മാത്രമേ ഈ കർത്താവ് ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും.
നമ്മൾ പലതിലും മന്ദബുദ്ധികളാണ്. 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മന്ദബുദ്ധികളെ എന്നുള്ളൊരു പ്രയോഗം. ശരിക്കും അങ്ങനെയുള്ള ആ കുഞ്ഞുങ്ങളെയോ ആ മുതിർന്നവരെയോ ഉദ്ദേശിച്ചല്ല പറയുവാൻ ശ്രമിക്കുന്നത്. ശാസ്ത്രം ഒത്തിരി പുരോഗമിച്ചിട്ടും നമ്മളിൽ പലരും മന്ദബുദ്ധികളാണ്. സാങ്കേതിക വിദ്യ അതിവേഗം പുരോഗമിച്ചിട്ടും എന്തായിരിക്കുന്നു ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയെന്ന് പറയുന്നത് സ്നേഹമില്ലാത്ത നമ്മൾ മന്ദബുദ്ധികളാണ്. പ്രിയമുള്ളവരെ, വേണ്ടത്ര തിരിച്ചറിവുകളില്ലാത്ത നമ്മൾ മന്ദബുദ്ധികളാണ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് സ്വയം വിലയിരുത്തുമ്പോൾ നമ്മൾ മന്ദബുദ്ധികളെന്ന് പറയുന്ന ആളുകളെക്കാട്ടിലും നിസ്സാരമാണ് നമ്മുടെ ജീവിതം. വളരെ മോശമാണ് നമ്മുടെ ജീവിതം. വളരെ നിലവാരം കുറഞ്ഞ ജീവിതമാണ് നമ്മുടെ. ഞാൻ പറയാം, അവരൊക്കെ അതുക്കും മേലെയാണ്. ഈ ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളൊക്കെ അവരുടെ പല അനുഭവങ്ങളുണ്ട്, പലപ്പോഴും പങ്കുവച്ചിട്ടുള്ളതായിട്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നത്. അവർ കാണിക്കുന്ന സ്നേഹം, അവർ കാണിക്കുന്ന മത്സര ബുദ്ധിയില്ലായ്മ, അവർ കാണിക്കുന്ന നിഷ്കളങ്കതയൊന്നും നമ്മുടെ ജീവിതത്തിൽ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. യാക്കോബായ സഭയിലെ വളരെ ശ്രദ്ധേയനായൊരു തിരുമേനിയാണ് അഭിമന്യ കുർലോസ് തിരുമേനി. നിരണം ഭദ്രാസനാധിപൻ അടുത്ത പലപ്പോഴും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഈ അടുത്ത സമയത്ത് സ്വയം വിരമിച്ചു. 60-ാമത്തെ വയസ്സിൽ ഒരു ബിഷപ്പ് വിരമിക്കുകയാണ്. പറയുന്നതനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം നടത്തുന്ന തീരം എന്ന് പറയുന്ന ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളുടെ ഒരു സ്ഥാപനമുണ്ട്. അദ്ദേഹം പറയുന്നു, അവർ ആദ്യം നിഷ്കളങ്കരാണ് ഈ കുഞ്ഞുങ്ങൾ. അവരോട് ഇടപെടുമ്പോൾ, അവരോട് ഞാൻ കളിക്കുമ്പോൾ, അവരോട് ഞാൻ ചിരിക്കുമ്പോൾ, അവരോട് ഭക്ഷണം പങ്കിടുമ്പോൾ, അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, നമ്മളെക്കാളും ശ്രേഷ്ഠരാണ്. അപ്പോഴാണ് എന്നിലെ മനുഷ്യനെയും മനുഷ്യത്വത്തെയും ഞാൻ തിരിച്ചറിയുന്നത്. നമ്മളിങ്ങനെ സേവ്യാ സംഘം നടത്തിയും ഇടമേഷണം നടത്തിയും യാതൊരു മാനസാന്തരമില്ലാതെ പോകുന്നതല്ലാതെ നമ്മളിലെ മനുഷ്യനെയോ മനുഷ്യത്വത്തെ തിരിച്ചറിയുന്ന ദൈവിക അനുഭവങ്ങളുടെ ഈ നാളുകളിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് വചനം നമ്മളോട് ചോദിക്കുന്നത്. എംഎസ് റോഡിൻ്റെ യാത്ര ആ ഒരു പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് തന്നെയാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഈ മന്ദബുദ്ധി വിളി, നമ്മൾ മന്ദബുദ്ധികളെന്ന് പറയുന്നവരെക്കാട്ടിലും നമ്മളിൽ പലർക്കുമാണത് അർഹതപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഭാഗത്തിൻ്റെ ഒരു വ്യാഖ്യാനത്തിൽ ഞാൻ പറയുവാൻ ശ്രമിക്കുന്ന അനുഭവം. ബുദ്ധിക്ക് മാന്ദ്യം സംഭവിക്കുകയാണ്, വേണ്ട രീതിയിലത് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ യാത്രയിലൊരു അപരിചിതത്വമുണ്ട്. ഇവർ യാത്ര ചെയ്യുമ്പോൾ ഇവർക്ക് ആദ്യം കർത്താവിനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അതൊരു ആത്മീയ മർമ്മം അവിടെ പറയുന്നുണ്ട്. നമ്മുടെ യാത്രയിൽ പ്രിയമുള്ളവരെ പലപ്പോഴും സ്നേഹമായും കൂട്ടായ്മയായും ഭക്ഷണമേശയായി വരുന്നത് അപരിചിതരായ ആളുകൾ. നമ്മുടെ യാത്രയിൽ നമ്മൾ റോഡിൽ വീണ് അപകടത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് കസിനും സെക്കൻഡ് കസിനും ഒന്നുമല്ല നമ്മളെ രക്ഷിക്കാൻ വരുന്നത്, ഒരു പരിചയമില്ലാത്ത ആളുകൾ. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഭക്ഷണപ്പൊതി ഇല്ലെങ്കിൽ ഒന്ന് പങ്കുവെക്കുവാൻ മനസ്സ് കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകളാണ്. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ അപരിചിതരായ ആളുകളിലൂടെ ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ യാത്രയിൽ അപരിചിതർ ഒത്തിരി വന്നു കയറിപ്പോയതാണ് നമ്മുടെ ജീവിതമെന്ന് പറയുന്നത്. നമ്മുടെ യാത്രകളിൽ നമ്മളെ കരുതിയ ജീവിതം ഉള്ള അനുഭവങ്ങൾ, നമുക്ക് ജോലിയുടെ ആവശ്യം വന്നപ്പോൾ, നമുക്ക് സാമ്പത്തിക ആവശ്യം വന്നപ്പോൾ, പ്രിയമുള്ളവരെ പല പ്രശ്നങ്ങൾ വന്നപ്പോൾ പരിഹാരമായിട്ട് അനേക അപരിചിതർ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ടി പത്മനാഭൻ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ എഴുത്തുകാരൻ പറയുന്നത് പോലെ അത് ക്രിസ്തുവായിരുന്നു. അത് ക്രിസ്തുവായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു എഴുത്താണല്ലോ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ എംബവേസിലൂടെ പോകുന്ന കർത്താവ് സന്ദർശിക്കാൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ യാത്ര ഒരു വലിയ പാഠങ്ങളാണ് ജീവിതത്തിൽ. യാത്രകളിൽ നമ്മുടെ ഈ മാനസിക നിലയൊക്കെ, അതുകൊണ്ടാണ് നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വരുമ്പം ചിലർ പറയും അതൊന്നും പറ്റത്തില്ല എന്ന് പറയും, അല്ലേ? കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ കുളത്തിൽ കിടക്കുന്ന അനുഭവത്തെ അവളുടെ അത്ര കണ്ടിട്ടുള്ളൂ. എന്നാൽ യാത്രകൾ ചെയ്ത ജീവിതം വിശാലമുള്ള കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാകുകയും ഉന്നതമായൊരു നിലവാരത്തിലേക്ക് ജീവിതം മാറും. അല്ലെങ്കിൽ സങ്കുചിതമായ മനസ്ഥിതി കൊണ്ട് ജീവിതത്തിന് മാറ്റങ്ങളില്ലാതെ ഇരിക്കുന്നിടത്ത് തന്നെ വഞ്ചി ഇപ്പോഴും തിരുനക്കരയാണ് എന്ന് പറയുന്നത് പോലെ ഒരു മാറ്റവുമില്ലാതെ, ഒരു പുരോഗതിയുമില്ലാതെ ജീവിതം മാറുകയുള്ളൂ. അതാണ് സങ്കടകരമായ യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. ഈ യാത്ര അവസാനം വരെ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ സാധിക്കണം. ദൈവത്തിൻ്റെ വേഗത എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. എന്താണ് ദൈവം? കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായൊരു ധ്യാന ഗുരുവാണ്, മെഡിറ്റേഷൻ ലീഡറാണ് ബോബി ജോസ് അച്ഛൻ. ഒരു കത്തോലിക്ക സഭാംഗമാണ്. അച്ഛനൊരിക്കൽ യാത്ര ചെയ്യുമ്പോൾ അച്ഛന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അച്ഛൻ വാച്ച് കെട്ടത്തില്ല, ചെരുപ്പിടത്തില്ല, ഒരു 1-2 കുപ്പായങ്ങൾ മാത്രമേ ഉള്ളൂ. പറയുന്നത് പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഒരു KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ മുമ്പിലത്തെ 2ാമത്തെ സീറ്റിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നമായി, എല്ലാവർക്കും ബുദ്ധിമുട്ടായി, ഷട്ടറൊക്കെ ഇടാൻ തുടങ്ങി.
അപ്പോൾ ഒരു ചെറുപ്പക്കാരനാണ് കണ്ടക്ടറായിട്ടുള്ളത്. അവനിത് കണ്ടുകൊണ്ട് ഓടി ചെന്നിട്ട് ഈ മനുഷ്യൻ്റെ ഈ പുറം ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ പുറം ഇങ്ങനെ തിരുമ്മി കൊടുക്കുകയാണ് ആശ്വാസത്തിന് വേണ്ടി. അതുമാത്രമല്ല, ഈ മനുഷ്യൻ ഓടിച്ചെന്ന് ഇവന് കുടിക്കാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം എടുത്ത് ഈ മനുഷ്യന് കുടിക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ ഒഴിച്ചു കുടിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കണ്ടക്ടർ പറയുന്നുണ്ട്, അങ്ങനെയല്ല, വലിച്ചു കുടിച്ചോളാൻ പറയുന്നുണ്ട്. നമ്മൾ പല കണ്ടക്ടർമാരെയൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. അവസാനം ഈ അച്ഛൻ, അദ്ദേഹം വലിയ പണ്ഡിതനായൊരു മനുഷ്യനാണ്. ഇറങ്ങി വരുമ്പോൾ ഈ മനുഷ്യൻ മലയ്ക്ക് പോകുവാൻ മാലയിട്ടിരിക്കുകയാണ്. ഈ മനുഷ്യനോട് ഇറങ്ങി ചെല്ലുമ്പോൾ പറഞ്ഞു, നീ തന്നെയാടാ അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ട് ഈ കണ്ടക്ടറുടെ കാല് തൊട്ട് വണങ്ങിയതിന് ശേഷം ഈ വലിയ പണ്ഡിതനായ ഈ വൈദികൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് അല്ലേ. ഇങ്ങനെയുള്ള മനുഷ്യരെ കാണുമ്പോൾ നമുക്കൊന്ന് വണങ്ങാൻ സാധിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? നമ്മൾ എന്തുവാ, നമ്മളെന്തൊക്കെ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞ് നന്നായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ ജീവിതം പരാജയമായിട്ട് തീരുന്നത്. 32-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന വഴിയിൽ നമ്മളോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? ക്രിസ്തു ഉള്ളവൻ ഒരിക്കലും തണുക്കത്തില്ല. ക്രിസ്തു ഉള്ളവൻ എന്നും തീപ്പന്തം പോലെ നിൽക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തു ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഇടവമിഷന് വരത്തില്ല. നമ്മൾ ക്രിസ്തു ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരത്തില്ല. നമ്മൾ ക്രിസ്തു ഇല്ലാതെ വരുമ്പോൾ നമ്മൾ മറ്റ് മീറ്റിങ്ങുകളിലൊന്നും വരത്തില്ല. കാരണം തണുത്തുപോയി ജീവിതം. ക്രിസ്തു ഉണ്ടെങ്കിൽ തീപ്പന്തം പോലെ ജ്വലിക്കേണ്ട ജീവിതമാണ് വിശ്വാസിയുടെ ജീവിതം എന്നുള്ളതാണ് പറയുന്നത്. ജീവിതയാത്രയിലെ നല്ല സ്നേഹിതനാണ് ക്രിസ്തു. നമ്മൾ പാടാറുണ്ട്, നല്ല സ്നേഹിതനായി നല്ല പാലകനായി നമ്മോട് കൂടെ ഇരിക്കുന്ന തമ്പുരാനെ ജീവിതയാത്രയുടെ നൊമ്പരങ്ങളുടെ മധ്യത്തിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് വചനം പറയുന്നത്. ജീവിതയാത്രയിലെ നൊമ്പരങ്ങളെ കേൾക്കുവാൻ മനസ്സുള്ള സഹയാത്രികനാണ് ക്രിസ്തു. ക്രിസ്തു സഹയാത്രികനും സഹകാരിയും സഹപ്രവർത്തകനുമാണ് നമ്മുടെ ക്രിസ്തു എന്നുള്ളതാണ് ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത്. അപ്പം മുറിച്ച് നൽകിയ അപ്പമായ ക്രിസ്തു, നല്ല സ്നേഹിതനായി നല്ല പാലകനായ ക്രിസ്തുവിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയുള്ള യാത്രയായിരുന്നു തുടങ്ങിയപ്പോൾ? കണക്ക് കൂട്ടലുകൾ തെറ്റി, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു, നിരാശയുടെ അനുഭവങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോവുകയാണ് പ്രിയമുള്ളവരെ. എന്നാൽ ദൈവസ്നേഹം ഇറങ്ങി വരികയാണ് യാത്രയിൽ. ഒരു പുതപ്പ് പോലെ ദൈവത്തിൻ്റെ സ്നേഹം അവരെ പൊതിഞ്ഞ് യാത്ര ചെയ്യുകയാണ്. നമ്മുടെ യാത്രകളിൽ, നമ്മുടെ ജീവിതയാത്രകളിൽ ഈ ദൈവ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷകളെ നമുക്ക് തിരിച്ചു പിടിക്കുവാൻ തക്കവണ്ണം നമുക്ക് തേടി വരുന്ന ഒരു ദൈവമുണ്ട് അല്ലേ. തേടി വരുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ പാടും, തേടി വന്നു ദോഷിയാം എന്നെയും നാഥ. തേടി വന്നു ദോഷിയാം എന്നെയും നാഥ. ഈ തമ്പുരാൻ നമ്മളെ തേടി വരുന്ന അനുഭവമാണ് പ്രിയമുള്ളവരെ. അന്ധകാരം, സമയം വൈകി, അപ്പോൾ അവർ പറയാണ്, നീ ഞങ്ങളുടെ കൂടെ വീട്ടിൽ വരണം. ഇത് വെളിച്ചമായ ക്രിസ്തുവാണ് പ്രിയമുള്ളവരെ. അന്ധകാരത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ വരുമ്പോൾ ക്രിസ്തു സാന്നിധ്യം വെളിച്ചമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നേ പറ്റുകയുള്ളൂ. 29-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ആ വിശിഷ്ടമായ വേദവാക്യങ്ങൾ സുന്ദരമായ പാട്ടായിട്ടൊരു വിദേശി പാട്ടെഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. കൂടെ പാർക്ക നേരം വൈകുന്നിതാ. നമ്മുടെ മിലിറ്ററി ബാൻഡ് പാടിക്കൊണ്ടിരുന്ന സുന്ദരമായ ഒരു ഇംഗ്ലീഷ് ഗാനം. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതെടുത്ത് മാറ്റി. അതിന് മോദി വന്നതുകൊണ്ടാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല. കൂടെ പാർക്ക നേരം വൈകുന്നിതാ. ഈ പ്രകാശമായ കർത്താവ് പ്രകാശമായി ഈ രണ്ട് അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം. എല്ലാ തിരുവത്താഴങ്ങളും, എല്ലാ അത്താഴങ്ങളും, നമ്മൾ വിളമ്പുന്ന എല്ലാ അത്താഴങ്ങളും തിരുവത്താഴങ്ങളായാൽ പരാതിയും പരിഭവമൊക്കെ കുറയും. നമ്മൾ വിളമ്പുന്ന എല്ലാ അത്താഴങ്ങളും തിരുവത്താഴങ്ങളായി മാറിയാൽ പരാതിയും പരിഭവവും കുറയും. വീട്ടിൽ കയറി വരുന്ന മരുമകളെ മകളായിട്ട് കാണുമ്പോൾ, അമ്മായിയമ്മയെ അമ്മയായിട്ട് കാണുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധ്യമായി തീരും. അതുകൊണ്ട് കണ്ണുകൾ തുറക്കപ്പെടുന്ന ഒരു അനുഭവം അവർക്കുണ്ടായി പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് കണ്ണുകളെ തുറക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് നിരാശയുടെ യാത്രകളെ പ്രത്യാശയുടെ തീർത്ഥയാത്രയാക്കുന്ന MVS റോഡിൻ്റെ അനുഭവം നമ്മുടെ ജീവിതയാത്രകളിൽ ദൈവത്തിൻ്റെ ഇടപെടലിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അപ്പം നുറുക്കുമ്പോൾ പ്രിയമുള്ളവരെ, പ്രത്യാശയോടുകൂടെ ഈ ജീവിതത്തിൻ്റെ യാത്ര, ഇത് പിന്മാറ്റത്തിനൊരു യാത്രയായിരുന്നു തുടക്കത്തിൽ. എന്നാൽ അവർ പുതിയ നിയോഗം പ്രാപിക്കുകയാണ്, യെരുശലേമിലേക്ക് മടങ്ങുകയാണ്. ഇത് നിരാശയുടെ യാത്ര, ഇത് പിന്മാറ്റത്തിൻ്റെ യാത്ര. മുഖം വാടിയാണ് യാത്ര തുടങ്ങിയത്. ഇത് വാക്ക് തർക്കത്തിൻ്റെ യാത്ര. അവർ തമ്മിൽ തർക്കിച്ചിരുന്നു.
നമ്മുടെ പല പ്രശ്നങ്ങളുടെയും കാരണം എന്താ? അനാവശ്യമായ വാക്കുതർക്കങ്ങളാണ്, അല്ലേ? പല പ്രശ്നങ്ങളുണ്ടാകും. ഇത് ഭയത്തിൻ്റെ യാത്രയാണ്. അവർ ഭ്രമിച്ചതുകൊണ്ട്, പേടിച്ചും നിരാശപ്പെട്ടുമാണ് ഓടിപ്പോയത് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കാം. ഇത് കണ്ണടച്ചുള്ള യാത്രയാണ്. അവരുടെ കണ്ണുകൾ ക്രിസ്തുവിനെ കാണാതെ വണ്ണം നിരോധിക്കപ്പെട്ടിരുന്നു എന്ന വചനത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നിട്ടും കർത്താവ് അവരോട് ചേർന്ന് നടന്നു. അവരുടെ രോഗത്തിൻ്റെ മധ്യത്തിൽ, അവരുടെ വേദനയുടെ മധ്യത്തിൽ, അവരുടെ നിരാശയുടെ മധ്യത്തിൽ, നമ്മുടെ അവസ്ഥയിലും ദൈവം നമ്മളോടിങ്ങനെ പറയുകയാണ്. ലളിതം എന്ന കവിതയിൽ കവി ഇങ്ങനെ എഴുതുന്നുണ്ട്: ഇവിടെ ഞാനുണ്ട് എന്ന് തെളിയിക്കുവാൻ മധുരമാം ഒരു കൂവൽ മാത്രം. കിളികളെക്കുറിച്ചാണ് എഴുതുന്നത്. ഇവിടെ ഞാനുണ്ടെന്ന് അറിയിക്കുവാൻ മധുരമാം ഒരു കൂവൽ മാത്രം. ഒരു കൂവൽ പ്രതിഷേധത്തിൻ്റെ അടയാളമാണ്. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ തിന്മയുടെ ശക്തികൾക്കെതിരെ പ്രതിഷേധത്തോടെ നിന്നുകൊണ്ടാണ് കർത്താവിന് ഈ വേദനിക്കുന്ന അനുഭവങ്ങളിലേക്ക് കടന്നു പോകുവാൻ സാധിക്കും. ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നറിയുവാൻ ഒരു തൂവൽ താഴെയിട്ടാൽ മതി. ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നറിയാൻ ഒരു തൂവൽ താഴെയിട്ടാൽ മതി. ഒരടയാളമാണ്, ശേഷിപ്പാണ്. കർത്താവ് ലോകത്തുനിന്ന് പോയപ്പോൾ കർത്താവിൻ്റെ ഏറ്റവും വലിയ സമരായുധമായിരുന്നു കുരിശ്. ഒരടയാളമായിട്ടൂടെ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇനിയും ഉണ്ടാകും എന്ന് അടയാളമായി തീരുന്നതിന് ഞാൻ അടയിരുന്നതിൻ്റെ അടയാളങ്ങൾ മാത്രം മതി. കർത്താവിൻ്റെ 5 മുറിവുകളാണ് അടയാളം. അതിൽ 6ാമത്തെ മുറിവ് നമ്മളായി തീരുമ്പോൾ മാത്രമേ നമുക്ക് നല്ലൊരു വിശ്വാസിയായി തീരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ വലിയ നിയോഗങ്ങളും അനുഭവങ്ങളും ഉണ്ട്. ഫാദർ ഡേവിസ് ചിറമേൽ നമുക്കെല്ലാം അറിയാവുന്ന പ്രശസ്തനായ ഒരു വൈദികനാണ്. കിഡ്നി ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റ് കൂടെയാണ്. സ്വന്തം കിഡ്നി ഒരാൾക്ക് കൊടുത്തതാണ്. അദ്ദേഹം ഇങ്ങനെ ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ സാമ്പത്തിക ശേഖരണത്തിന് വേണ്ടി പലയിടങ്ങളിൽ പോകും. ഒരിക്കൽ കുന്നംകുളത്തിന് അടുത്ത് വലിയൊരു പള്ളിപ്പെരുന്നാൾ നടക്കുകയാണ്. അവിടെ അത്യാവശ്യമായിട്ട് ഒരാൾക്ക് കിഡ്നി മാറ്റി വെക്കാൻ ഒരുപാട് പൈസ. എന്തോ ചെയ്യണം? അദ്ദേഹം ഒരു കാര്യം ചെയ്തു. ഈ പെരുന്നാളിലൊക്കെ കപ്പലണ്ടി കൊണ്ടുവന്ന് വറക്കുന്ന ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അതിൻ്റെ ഒരു സംഘാടകർ അതിൻ്റെ ക്രമീകരണം ചെയ്തു കൊടുത്തു. നമുക്കറിയാം കപ്പലണ്ടി വീട്ടാൽ എന്നാ കിട്ടും? കൂടി വന്നാൽ ഒരു 10,000-15,000 രൂപ കിട്ടുമായിരിക്കും ഒരു പെരുന്നാളിന്. അച്ഛൻ കപ്പലണ്ടി ബിസിനസ് തുടങ്ങി. പ്രിയമുള്ളവരെ, ഈ ആവശ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് ജനങ്ങൾ അറിഞ്ഞു. ലക്ഷങ്ങളാണ് അവിടെ നിന്ന് സംഘാടക കയ്യിൽ വീഴാൻ തുടങ്ങിയത്. മനുഷ്യന് മനുഷ്യത്വമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മൾ പറയും ഒന്നും നടക്കത്തില്ല. ഡേവിസ് ചിറമേലച്ഛൻ ഒരു കപ്പലണ്ടി കച്ചവടം നടത്തി. കിഡ്നിക്ക് സുഖമില്ലാത്ത ഒരാൾക്ക് ലക്ഷങ്ങൾ ചില സമയങ്ങൾ കൊണ്ടുണ്ടാക്കി കൊടുത്തെങ്കിൽ മനുഷ്യത്വവും മനസാക്ഷ്യമുള്ള ആളുകൾ ഈ നാളുകളിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടിവിടെ പറയുന്നത്. കർത്താവ് അപ്പം നുറുക്കിയപ്പോൾ അവർ അവൻ്റെ കരം കണ്ടു. ആണിപ്പഴുത്തുള്ള കരം. ഈ കരത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളെ സൗഖ്യമാകുവാൻ, നമ്മളെ ആശ്വസിപ്പിക്കുവാൻ, താങ്ങുവാൻ കഴിയുന്ന കരമാണ്. നമ്മുടെ കരങ്ങൾ എങ്ങനെ ഇരിക്കുന്നു പ്രിയമുള്ളവരെ? നല്ല പൂവും പഴം പോലെ ഇരിക്കുന്ന കരം. ഈ കർത്താവിന് വേണ്ടി എന്ത് നുറുക്കപ്പെട്ട അനുഭവം ഉണ്ടാകുന്നു, എന്ത് മുറിക്കപ്പെട്ട അനുഭവം നമുക്ക് ഈ നാളുകളിലുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ഈ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ കർത്താവിന് വേണ്ടി എന്ത് മുറിവിനെയാണ് കാണുവാൻ സാധിക്കുന്നത്. കർത്താവ് അപ്പം നുറുക്കിയപ്പോൾ കർത്താവിൽ അവർ വിശ്വസിക്കാൻ പ്രധാനപ്പെട്ട കാരണം കരങ്ങളിലുള്ള ആണിപ്പാടുകൾ തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ശിരസ്സുകളെ വണക്കാം. കേട്ട തിരുവചനങ്ങളെ ഓർത്ത് ഏൽപ്പിച്ച ആൾക്കാർ പ്രാർത്ഥിക്കും.